നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ. രവി ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനായിരുന്നു. ഒരു ചെറിയ കടയിൽ കണക്കെഴുത്തുകാരനായി ജോലി ചെയ്തു. വാടക വീട്ടിൽ താമസിച്ചു. വലിയ സ്വപ്നങ്ങളൊന്നും അവനുണ്ടായിരുന്നില്ല. ഉള്ള ജോലി നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രവിയുടെ അച്ഛൻ അവനെ കാണാൻ വന്നു. അച്ഛൻ ഒരു പഴയ പെട്ടി രവിക്ക് കൊടുത്തു. "ഇതെന്റെ ഓർമ്മയാണ്. ഇതിൽ നിന്റെ അമ്മയുടെ കത്തുകളും ചില ഫോട്ടോകളുമുണ്ട്," അച്ഛൻ പറഞ്ഞു. രവി പെട്ടി തുറന്നു. അതിൽ നിറയെ മഞ്ഞ നിറം ബാധിച്ച കത്തുകളായിരുന്നു. ഓരോ കത്തും അവൻ ശ്രദ്ധയോടെ വായിച്ചു. അമ്മയുടെ മനോഹരമായ ഒരു അവനെ അത്ഭുതപ്പെടുത്തി. കത്തുകളിൽ നിറയെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞിരുന്നു. അമ്മയുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും അവൻ അറിഞ്ഞു. ഒരു നർത്തകിയാകാൻ ആഗ്രഹിച്ച അമ്മ സാഹചര്യങ്ങൾ കാരണം ആ സ്വപ്നം ഉപേക്ഷിച്ചതിനെക്കുറിച്ച് വായിച്ചപ്പോൾ രവിയുടെ ഹൃദയം വേദനിച്ചു. അമ്മയുടെ ഒരു പഴയ ഫോട്ടോയും അവൻ കണ്ടു. നൃത്തം ചെയ്യുന്ന മനോഹരമായ ചിത്രം. ആ കണ്ണുകളിലെ തിളക്കം രവിയെ വല്ലാതെ ആകർഷിച്ചു. അപ്പോഴാണ് രവി ഒരു തീരുമാനമെടുത്തത്. അമ്മയുടെ നഷ്ടപ്പെട്ട സ്വപ്നം അവൻ പൂർത്തിയാക്കും. അവൻ നൃത്ത ക്ലാസ്സിൽ ചേർന്നു. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ശരീരം വഴങ്ങിയില്ല. പക്ഷെ അമ്മയുടെ ഓർമ്മ അവനൊരു പ്രചോദനമായിരുന്നു. രാവും പകലും അവൻ പരിശീലിച്ചു. അവന്റെ മനസ്സിൽ അമ്മയുടെ സ്വപ്നം പൂവിട്ടു. വർഷങ്ങൾ കടന്നുപോയി. രവി ഒരു മികച്ച നർത്തകനായി വളർന്നു. രാജ്യമെമ്പാടും അവൻ പരിപാടികൾ അവതരിപ്പിച്ചു. ഒരു ദിവസം അവൻ തന്റെ ആദ്യ ഗുരുവിനെ കാണാൻ പോയി. ഗുരു അവനെ അഭിനന്ദിച്ചു. "നിന്റെ നൃത്തത്തിൽ നിന്റെ അമ്മയുടെ ചൈതന്യം ഞാൻ കാണുന്നു," ഗുരു പറഞ്ഞു. അന്ന് രവി അച്ഛനെ വിളിച്ചു. "അച്ഛാ, അമ്മയുടെ സ്വപ്നം ഞാൻ പൂർത്തിയാക്കി," അവൻ സന്തോഷത്തോടെ പറഞ്ഞു. അച്ഛൻ കരഞ്ഞു. "മോനെ, നീ എന്റെയും അമ്മയുടെയും അഭിമാനമാണ്," അച്ഛൻ പറഞ്ഞു. രവിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ ചിലപ്പോൾ മക്കളുടെ രൂപത്തിൽ പൂവണിയും.